മുനമ്പം വിഷയത്തിലെ ജുഡീഷ്യൽ അന്വേഷണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. എളുപ്പത്തിൽ പ്രശ്നം മാറ്റിവെക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വഖഫ് അധിനിവേശത്തിനെതിരെ 44-ാം ദിവസത്തിലേക്ക് കടന്ന റിലേ നിരാഹാര സമരത്തിന് പിന്തുണയുമായി എത്തിയതായിരുന്നു വി മുരളീധരൻ. ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ ഇപ്പോൾ തന്നെ മറ്റു നിരവധി അന്വേഷണ കമ്മീഷനുകളിലുണ്ട്. എളുപ്പത്തിൽ പ്രശ്നം മാറ്റിവെക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലാണ് വഖഫ് അധിനിവേശങ്ങൾക്കുള്ള പരിഹാരം. ഈ സമ്മേളനത്തിൽ തന്നെ വഖഫ് ഭേദഗതി ബിൽ പാസാക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായും വി മുരളീധരൻ പറഞ്ഞു. ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിവിൽ നിയമമാണ് ബാധകമാക്കേണ്ടത്. ഈ സമ്മേളനത്തിൽ ഈ ഭേദഗതിയെ സംബന്ധിച്ചിട്ടുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈ ആഴ്ച അവസാനത്തോടുകൂടി പാർലമെന്റിന്റെ മുൻപാകെ വരും. ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജി പറഞ്ഞിട്ടുള്ളത് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഈ നിയമ ഭേദഗതി പാസാക്കുമെന്നുള്ളതാണ്. ഈ നിയമ ഭേദഗതി മുനമ്പത്തിന്റെ ആശ്വാസമായിട്ട് മാറും. കാരണം ഈ നിയമ ഭേദഗതി പാസാക്കുന്നതോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിനൊരു ശാശ്വത പരിഹാരത്തിനുള്ള മാർഗം തെളിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. വഖഫ് വിഷയത്തിൽ ഇടതു വലതു മുന്നണികൾക്ക് ഇരട്ടത്താപ്പാണെന്നും ഒരു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണോ കേരളത്തിലെ എംപിമാരെന്നും വി മുരളീധരൻ ചോദിച്ചു. ഇന്ത്യയിലെ ഒരേ ഒരു നിയമസഭയാണ് ഈ നിയമ ഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയിട്ടുള്ളത്. ഈ ഭേദഗതി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പാകെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. അപ്പോൾ പാർലമെന്റിന്റെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് നിയമസഭയുടെ പ്രമേയം പാസാക്കുക എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു. ഈ പ്രദേശത്തെ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ്. കേരളത്തിലെ എംപിമാർ അവരെ ഒരു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണോ എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, നേതാക്കളായ ഷോൺ ജോർജ്, ജിജി ജോസഫ്, കെ എസ് ഷൈജു, എസ് സജി എന്നിവർ വി മുരളീധരനൊപ്പം ഉണ്ടായിരുന്നു. ജനം, കൊച്ചി.